ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ മണ്ണിൽ വീണ്ടും അമർഷത്തിൻ്റെയും തന്ത്രങ്ങളുടെയും പുക ഉയരുകയാണ്. ബി.ജെ.പി. കോട്ട പിടിക്കാൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൻ്റെ ആദ്യ കരുക്കൾ നീക്കിക്കഴിഞ്ഞു. കേവലം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല ഇത്, മറിച്ച് ബി.ജെ.പിയുടെ അടിത്തറ ഇളക്കാൻ ഉറച്ച രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണ്. തീപ്പൊരി പാറുന്ന അയോധ്യ മണ്ഡലത്തിൽ ആദ്യ സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാവ് പവൻ പാണ്ഡെയെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് തുടക്കമിട്ടിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിനാണ്. അയോധ്യ തങ്ങൾക്ക് കരുത്തുറ്റതാണെന്ന് ബി.ജെ.പി. വിശ്വസിച്ചിരുന്നിടത്ത് ജനത്തിൻ്റെ വിശ്വാസത്തെ വഞ്ചിച്ച് പണം തട്ടിയവർക്കിനി ആ മണ്ണിൽ നിലനിൽപ്പില്ല എന്ന സത്യത്തെ അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ജനവികാരം ഉത്തർപ്രദേശിൽ അയോധ്യ തട്ടിപ്പുമായി ബന്ധപ്പെട്ട യോഗി സർക്കാരിനും ബി.ജെ.പിക്കും എതിരായി നിൽക്കുന്ന ഒരവസരത്തെ മുതലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അഖിലേഷ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും നേരത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് എന്ന് തന്നെ പറയാം. പവൻ പാണ്ഡെ 2012 ബി.ജെ.പിയുടെ കരുത്തനായ നേതാവ് ലല്ലു സിംഗിനെ അയോധ്യയിൽ മുട്ടുകുത്തിച്ച് ചരിത്രം കുറിച്ച് ഒരു നേതാവാണ്. അതേ പവൻ പാണ്ഡെ ലക്നൌവിൽ നടന്ന ബ്രാഹ്മണ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അഖിലേഷിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് അയോധ്യ തിരികെ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസം മാത്രമായിരുന്നില്ല, മറിച്ച് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായ രാമക്ഷേത്ര വിഷയം വെച്ച് തന്നെ അവരെ പ്രതിരോധത്തിലാക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു. 3 പതിറ്റാണ്ടിലേറെയായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുള്ള പോരാളിയാണ് പവൻ പാണ്ഡെ. 1998 വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന് നേതാജി മുലായം സിംഗ് യാദവിൻ്റെയും അഖിലേഷിൻ്റെയും വിശ്വസ്തനായി മാറിയ നേതാവ്, അയോധ്യയുടെ ഗല്ലികളിൽ സാധാരണക്കാരുടെ ശബ്ദമായി മാറിയ ഈ യുവനേതാവിനെ മുൻനിർത്തി ബി.ജെ.പിയെ തറപറ്റിക്കുക എന്നത് അഖിലേഷിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രമാണ്. അയോധ്യയിലെയും അതിനു ചുറ്റുമുള്ള മറ്റ് 4 മണ്ഡലങ്ങളിലെയും ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ പവൻ പാണ്ഡെയിലൂടെ സാധിക്കുമെന്ന് സമാജ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ പോരാട്ടം വോട്ടെണ്ണൽ യന്ത്രങ്ങൾക്ക് മുന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് അഖിലേഷിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് EVMകളുടെ സുതാര്യതയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കുന്നത്. ബീഹാറിലെ ബങ്കിപ്പൂരിലും മധ്യപ്രദേശിലെ ദാത്തിയയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. തോറ്റതുപോലും അവരുടെ ആസൂത്രിതമായ വലിയ നാടകത്തിൻ്റെ ഭാഗമാണെന്ന് അഖിലേഷ് പരസ്യമായി ആരോപിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്ന് വരുത്തി തീർക്കാനും പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസത്തെയും വിമർശനങ്ങളെയും തടയാനുമുള്ള ബി.ജെ.പിയുടെ തന്ത്രപരമായ തോൽവിയായിരുന്നു അത്. ബങ്കിപ്പൂരിൽ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥി തോറ്റപ്പോൾ ബി.ജെ.പി. നേതാക്കൾ മധുരം വിതരണം ചെയ്യുകയായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരാരോപണമാണ് അഖിലേഷ് ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിലെ നേതാക്കൾ മിഠായി പെട്ടികളുമായി മാപ്പപേക്ഷിക്കാൻ നടക്കേണ്ടി വരുമെന്നും എന്നാൽ അവരിൽ ഒരാൾ പോലും സമാജ്വാദി പാർട്ടിയിലേക്ക് അടുപ്പിക്കില്ല എന്നുമുള്ള അഖിലേഷിൻ്റെ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ജൻസ്വരാജ് പാർട്ടിയും കോൺഗ്രസും വിജയിച്ച സീറ്റുകൾ ബി.ജെ.പിയുടെ വിരലെണ്ണാവുന്ന പരീക്ഷണങ്ങൾ മാത്രമാണെന്നാണ് SP വിലയിരുത്തുന്നത്. അയോധ്യയിലെ പുതിയ സ്ഥാനാർത്ഥിത്വവും EVMനെതിരെയുള്ള കടന്നാക്രമണങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമല്ല. 2012 അധികാരം പിടിച്ചെടുക്കുകയും പിന്നീട് 17ലും 22ലും നേരിടേണ്ടി വന്ന പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്ത സമാജ്വാദി പാർട്ടി ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വരും ദിവസങ്ങളിൽ UP രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ ഒന്നിനാണ്. അഖിലേഷിൻ്റെ ഈ മാസ്റ്റർ പ്ലാനിന് മുന്നിൽ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ പതറുമോ എന്ന് കണ്ടു തന്നെ അറിയണം.